വീട്ടിലെത്തി തന്റെ മുറിയുടെ വാതിൽ കുറ്റിയിട്ട ശേഷവും പാറുവിന്റെ കൈകൾ വിറച്ചുകൊണ്ടേയിരുന്നു. ട്യൂഷൻ സെന്ററിൽ വെച്ച് അമലിന്റെയും സിദ്ധാർത്ഥിന്റെയും മുന്നിൽ വെച്ച് പൊട്ടിക്കരഞ്ഞതിന്റെ ക്ഷീണം ഇപ്പോഴും അവളുടെ ശരീരത്തിലുണ്ട്. ഉള്ളിൽ അടക്കി വച്ച വേദനയുടെ ഒരു ചെറിയ അംശം മാത്രം പുറത്തു വന്നപ്പോൾ തന്നെ അവൾ തളർന്നു പോയിരുന്നു. കട്ടിലിന്റെ അരികിൽ മുട്ടുമടക്കി അവൾ നിലത്തിരുന്നു. മുന്നിലെ ശൂന്യതയിലേക്ക് നോക്കി അവൾ ഏറെ നേരമിരുന്നു. മനസ്സിൽ ആകെ ഒരു കോളിളക്കമാണ്. പിന്നെ ഒരു വലിയ മടിയോടെ പേടിയോടെ അവൾ തൻ്റെ ബാഗിൽ നിന്ന് ഫോൺ പുറത്തെടുത്തു. സ്ക്രീനിൽ ആ വീഡിയോ ഫയൽ ഇപ്പോഴും ഡൗൺലോഡ് ചെയ്യപ്പെട്ട് കിടപ്പുണ്ട്. അതിൻ്റെ ഐക്കണിൽ നോക്കുമ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത അലയടിച്ചു. ആ പേര് വായിക്കാൻ പോലും അവൾക്ക് പേടിയായിരുന്നു. ഓരോ സെക്കൻഡും അവൾക്കൊരു യുഗം പോലെ തോന്നി. വേണ്ട, ഇത് കാണരുത്, കണ്ടാൽ പിന്നെ മനസ്സമാധാനം കിട്ടില്ല. മനസ്സിൻ്റെ ഒരറ്റ മുന്നറിയിപ്പ് നൽകി. ഇല്ല, ഇത് കണ്ടേ പറ്റൂ. ഇതിൽ എന്താണെന്ന് അറിഞ്ഞാലേ എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവൂ. മറ്റൊരു ഭാഗം നിർബന്ധിച്ചു. അവസാനം വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അവൾ ആ വീഡിയോ ക്ലിപ്പിൽ തൊട്ടു. സ്ക്രീൻ തെളിഞ്ഞു. ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾ കറുത്ത നിറമായിരുന്നു. പിന്നെ പെട്ടെന്നൊരു സ്കൂൾ കോറിഡോർ തെളിഞ്ഞു. വിദ്യാർത്ഥികൾ തിരക്കിൽ നടക്കുന്നു. ദൂരെ നിന്ന് ആരോ ക്യാമറ കയ്യിൽ പിടിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ. ദൂരെ നിന്നുള്ള ദൃശ്യങ്ങൾ പെട്ടെന്ന് സൂമായി. അടുത്ത നിമിഷം പാറുവിൻ്റെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. അതവളായിരുന്നു. താൻ സ്കൂളിലേക്ക് നടന്നു പോകുന്ന ദൃശ്യം. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന നിമിഷം. ക്ലാസ് മുറിയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന നിമിഷം. താൻ തികച്ചും സാധാരണയായി ജീവിച്ച ദിവസങ്ങൾ. താൻ ഒന്നും അറിയാതെ ലോകം സുരക്ഷിതമാണെന്ന് കരുതി ജീവിച്ച നിമിഷങ്ങൾ. പക്ഷേ താൻ അറിയാതെ തന്നെ ആരോ തനിക്ക് പിന്നാലെയുണ്ട്. ആരോ തന്നെ നിരീക്ഷിക്കുന്നു. തൻ്റെ ഓരോ ചലനവും ക്യാമറയിൽ പകർത്തുന്നു. അവളുടെ ശരീരം വല്ലാതെ തണുത്തുപോയി. ചോരയോട്ടം നിലച്ചതുപോലെ വിരലുകൾ മരവിച്ചു. വീഡിയോ അവസാനിക്കാൻ നേരം സ്ക്രീനിൽ കറുത്ത പശ്ചാത്തലത്തിൽ വലിയ അക്ഷരത്തിൽ ഒരു വരി തെളിഞ്ഞു. നീ കരുതുന്നതിലും കൂടുതൽ എനിക്ക് നിന്നെ അറിയാം. ഫോൺ അവളുടെ കയ്യിൽ നിന്ന് വഴുതി കട്ടിലിലേക്ക് വീണു. ഭയമായിരുന്നില്ല അവൾക്ക് തോന്നിയത്, മറിച്ചടങ്ങാത്ത വെറുപ്പാണ്. സ്വന്തം ജീവിതത്തോട്, തന്നെ ഒരു ഇരയാക്കി മാറ്റിയ ഈ അജ്ഞാതനായ വ്യക്തിയോട്. താൻ അറിഞ്ഞോ അറിയാതെയോ ആരോ ഒരാളുടെ നിരീക്ഷണ വലയത്തിലാണ്. എവിടെ പോയാലും എന്ത് ചെയ്താലും തന്നെ ആരും കാണുന്നുണ്ടെന്ന ബോധ്യം അവളിൽ ശ്വാസം മുട്ടൽ ഉണ്ടാക്കി. അവൾ മുഖം മുട്ടിലേക്ക് അമർത്തി വെച്ചു. കരയാൻ പോലും കഴിയാത്തത്ര വലിയൊരു ആഘാതം. അപ്പോഴാണ് ഹാളിൽ നിന്ന് അച്ഛൻ്റെ ഉച്ചത്തിലുള്ള വിളി ഉയർന്നത്. പാർവതി, ഒന്നിങ്ങോട്ട് വന്നേ. അവൾ ഞെട്ടി തലയുയർത്തി. കണ്ണുനീർ വേഗം തുടച്ചു മാറ്റി. വാതിൽ തുറന്ന് അവൾ ഹാളിലേക്ക് നടന്നു. ഹാളിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തി. അച്ഛൻ്റെ മുഖത്ത് ഒരു അപൂർവമായ സന്തോഷം. അമ്മയും അടുത്ത് നിന്ന് പുഞ്ചിരിക്കുന്നു. ഈ വീടിൻ്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം അവൾ വളരെ കാലമായി കണ്ടിട്ടില്ല. എന്താ? അവൾ പതിയെ ചോദിച്ചു. നിന്റെ ബയോളജി സാർ വിളിച്ചിരുന്നു, അച്ഛൻ വലിയ അഭിമാനത്തോടെ പറഞ്ഞു. ആ പേര് കേട്ടതും അവളുടെ നെഞ്ചിൽ ആരോ കത്തിയെടുത്ത് കുത്തിയതുപോലെ തോന്നി. ലാബിൽ വെച്ച് അയാൾ തന്നെ നോക്കിയ നോട്ടം, ആ ക്രൂരമായ ചിരി, ആ സ്പർശനം എല്ലാം ഒന്നിച്ച് മനസ്സിലേക്ക് ഇരച്ചു കയറി. എന്തിനാ സാർ വിളിച്ചത്? അവളുടെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. ഉള്ളിൽ പേടി നിറഞ്ഞു നിന്നു. നിനക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഫുൾ മാർക്കാണെന്ന് പറഞ്ഞു. അമ്മയുടെ മുഖത്ത് തിളങ്ങുന്ന സന്തോഷം. കണ്ടോ പാർവതി, ഫുൾ മാർക്ക്. പാറു അനങ്ങാതെ അവിടെ നിന്നു. ഫുൾ മാർക്ക്. ആ വാക്ക് അവളിൽ യാതൊരു സന്തോഷവും ഉണ്ടാക്കിയില്ല. പകരം വെറും ഓക്കാന മാത്രമാണ് തോന്നിയത്. അയാൾ ഈ മാർക്ക് തന്നത് താൻ നന്നായി പഠിച്ചതുകൊണ്ടല്ല. അതൊരു കളി മാത്രമാണ്. തന്നെ കുറ്റബോധത്തിൽ നിർത്താനും തൻ്റെ മേൽ അയാളുടെ അധികാരം ഉറപ്പിക്കാനുമുള്ള ഒരു മാനസികമായ ക്രൂരത. തന്നെ പരീക്ഷയിൽ ജയിപ്പിച്ചുകൊണ്ട്, തനിക്ക് സമ്മാനങ്ങൾ തന്നുകൊണ്ട് അയാൾ തന്നെ വശത്താക്കാൻ ശ്രമിക്കുകയാണ്. അയാളുടെ ഈ ക്രൂരതയ്ക്ക് അച്ഛനും അമ്മയും കൂട്ടു നിൽക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിലും ബുദ്ധിയുണ്ട് കുട്ടിക്ക്. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ പഠിച്ചാൽ മാർക്ക് കിട്ടുമെന്ന്. നീ എന്തിനാ ഇത്രയും കാലം മടി കാണിച്ചത്? അമ്മ തോളിൽ കൈവച്ചു. കണ്ടോ, ഞങ്ങൾ നിന്നെ വെറുതെ വഴക്ക് പറയുന്നതല്ല, നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഇതൊക്കെ. ഇനിയും ഇതുപോലെ മാർക്ക് വാങ്ങണം. പാറുവിനെ ചിരിക്കണോ കരയണോ എന്നറിയില്ലായിരുന്നു. സ്വന്തം മകളുടെ കണ്ണുകളിലെ ഭയം പോലും കാണാത്തവർ വെറും ഒരു മാർക്ക് കാർഡ് കണ്ടപ്പോൾ അഭിമാനിക്കുന്നു. അവൾ പതിയെ അവരുടെ കൈ തോളിൽ നിന്ന് മാറ്റി. എനിക്ക് പഠിക്കാനുണ്ട്, അവൾ പറഞ്ഞു. അവിടെ ഒരു നിമിഷം കൂടി നിന്നാൽ താൻ പൊട്ടിത്തെറിക്കുമെന്ന് അവൾക്ക് തോന്നി. അച്ഛനും അമ്മയും അത് നാണം കൊണ്ടായിരിക്കുമെന്ന് കരുതിച്ചിരിക്കും. പക്ഷെ അതായിരുന്നില്ല. അവൾ തിരികെ മുറിയിലേക്ക് നടന്നു. വാതിൽ ഭദ്രമായി അടച്ചു.
വീണ്ടും അവളുടെ കണ്ണുകൾ ആ ഫോണിലേക്ക് വാഞ്ഞു. അവിടെ ആ വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആ വെളിച്ചത്തിനപ്പുറം ആരോ ഒരാൾ തന്നെ നോക്കുന്നുണ്ട്. വൈശാഖ് മാത്രമല്ല, ഈ കളിയിൽ മറ്റാരോ കൂടിയുണ്ട്. ഈ മാർക്കും ആ വീഡിയോയും ബയോളജി സാറിൻ്റെ ആ നോട്ടവും എല്ലാം ചേർന്ന് ഒരു വലിയ കെണിയിൽ താൻ അകപ്പെട്ടിരിക്കുന്നു. ആ ചിന്ത വന്ന നിമിഷം അവളുടെ ശരീരത്തിലൂടെ വീണ്ടും ഒരു വിറയൽ പാഞ്ഞു. താൻ ആർക്കും വേണ്ടി ജീവിക്കുന്നില്ല. താൻ ആരുടെയോ കയ്യിലെ പാവയായി മാറിക്കൊണ്ടിരിക്കുകയെന്നു. ആ മുറിയിലെ നിശബ്ദതയും പാറുവിൻ്റെ തേങ്ങലുകളും സിദ്ധാർത്ഥിൻ്റെയും അമലിൻ്റെയും ഉള്ളിൽ വലിയൊരു അങ്കലാപ്പ് ബാക്കി വെച്ചിരുന്നു. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾ ബഹളത്തോടെ പുറത്തിറങ്ങിപ്പോയെങ്കിലും അവർ രണ്ടുപേരും വരാന്തയുടെ തൂണിൽ ചാരി ഏറെ നേരം മിണ്ടാതെ നിന്നു. സന്ധ്യയുടെ മങ്ങിയ വെളിച്ചം അവരെ പൊതിഞ്ഞിരുന്നു. പക്ഷെ ആ വെളിച്ചം അവരുടെ ഉള്ളിലെ ഇരുട്ടിനെ അകറ്റാൻ പ്രാപ്തിയായിരുന്നില്ല. പാറുവിൻ്റെ ആ കണ്ണുകൾ, ആ ഭയവും വേദനയും നിറഞ്ഞ നോട്ടം അവരുടെ മനസ്സിൽ മായാതെ കിടന്നു. അത് വെറുമൊരു പെൺകുട്ടിയുടെ കരച്ചിലല്ല, മറിച്ചൊരു വലിയ അണക്കെട്ട് പൊട്ടുന്നതിൻ്റെ ദൃശ്യമായിരുന്നു. അമൽ മൗനം ഭേദിച്ച് തോളിൽ തൂക്കിയ ബാഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഡാ, എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട്. സിദ്ധാർത്ഥ് അവനെ നോക്കി. അവൻ്റെ മുഖത്തെ ഗൗരവം അവനും ആ നിമിഷം അനുഭവിക്കുന്നുണ്ടായിരുന്നു. എന്തിനാടാ പേടി? അവളെ കണ്ടിട്ടാ സിദ്ധു. അമൽ അല്പം ശബ്ദം താഴ്ത്തി പറഞ്ഞു. ജീവിതത്തിൽ ഒരുപാട് കരച്ചിലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിലെ വഴക്ക് കേട്ട് കരയുന്നവരും, പരീക്ഷയ്ക്ക് തോറ്റതിന് കരയുന്നവരും, പ്രണയ തകർച്ചയിൽ കരയുന്നവരും, അവരൊക്കെ വേറെയാണ്. പക്ഷേ പാറു കരയുന്നത് അങ്ങനെയല്ല. അത് വർഷങ്ങളായി ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന, പുറത്തു വരാൻ വെമ്പുന്ന എന്തോ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെയാണ്. സിദ്ധാർത്ഥ് ദൂരേക്ക് ഇരുളിലേക്ക് നോക്കി നിന്നു. അമൽ പറഞ്ഞത് 100% ശരിയാണെന്ന് അവന് തോന്നി. അവൾ കരഞ്ഞപ്പോൾ അതിൽ സഹതാപമായിരുന്നില്ല, മറിച്ച് ഭയമായിരുന്നു. ഒരുപാട് കാലമായി തടവിലാക്കപ്പെട്ട ഒരു മനസ്സ് പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടുമ്പോൾ ഉണ്ടാകുന്ന ആ തീവ്രത. ഡാ, സിദ്ധാർത്ഥ് സംശയത്തോടെ ചോദിച്ചു. നീ ശ്രദ്ധിച്ചോ? നമ്മൾ അവളോട് ആ കാര്യം ചോദിച്ചപ്പോൾ അവൾ ഒരിക്കൽ പോലും ആരെയും കുറ്റപ്പെടുത്തിയില്ല. അമലൊന്ന് ആലോചിച്ചു. അത് സത്യമാണ്. അവൾക്ക് വീട്ടിലെ ആരെയും, സ്കൂളിനെയോ പ്രിയയെയോ ഒന്നും അവൾ കുറ്റപ്പെടുത്തിയില്ല. മറിച്ച് അവൾ ഒരൊറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, എനിക്കാരുമില്ല. ആ വാക്ക് ഓർമ്മ വന്നപ്പോൾ അമലിന് അവളുടെ നിറഞ്ഞ കണ്ണുകൾ ഓർമ്മ വന്നുപോയി. സത്യത്തിൽ അവൾക്ക് ആരുമില്ലല്ലേടാ. നമ്മൾ കാണുന്ന പാറു അല്ല ശരിക്കുമുള്ള പാറു. പുറമേ നോക്കുമ്പോൾ ആൾക്കാർ കരുതും അവൾക്കെല്ലാം ഉണ്ടെന്ന്. വീടുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പഠിക്കാൻ സൗകര്യമുണ്ട്, ചേച്ചിയുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ പോലും അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനില്ല. അമലിൻ്റെ ചിരിയിൽ ഒരു വലിയ നൊമ്പരമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയാമോ? ആളുകൾക്ക് തോന്നുന്നത് പാറുവിനെല്ലാം ഉണ്ടെന്നാണ്. പക്ഷെ സത്യത്തിൽ അവൾ ഒരു വലിയ ശൂന്യതയിലാണ് ജീവിക്കുന്നത്. ഇനി എന്ത് ചെയ്യാനാ അമലെ? സിദ്ധാർത്ഥ് കൈകൾ കെട്ടിപ്പിടിച്ച് ചോദിച്ചു. അവർക്കറിയാമായിരുന്നു നേരിട്ട് ചെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന്. ഇന്നത്തെ അവളുടെ പ്രതികരണം അതിനുള്ള തെളിവായിരുന്നു. അവൾക്ക് നമ്മളെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ലോകത്തോട് മുഴുവൻ അവൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതാണ്. തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക്, സ്വന്തം ശബ്ദം പോലും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കാൻ കഴിയുക? പെട്ടെന്നാണ് സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ ഒരു പേര് തെളിഞ്ഞത്. ശ്രേയ. അമലിൻ്റെ മുഖം തെളിഞ്ഞു. ആദ്യ വർഷം അമൽ പഠനം നിർത്താൻ തീരുമാനിച്ചപ്പോൾ അവനെ പിടിച്ചു നിർത്തിയതും അവൾ തന്നെയായിരുന്നു. സിദ്ധാർത്ഥ് ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. നമ്മൾ എത്ര നല്ല ഉദ്ദേശത്തോടെ ചോദിച്ചാലും പാറുവിന് പേടിയായിരിക്കും. പക്ഷേ ഒരു പെൺകുട്ടി ചെന്ന് ചോദിച്ചാൽ അവൾക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം തോന്നും. ശരിയാടാ, നമ്മൾ എത്ര ചോദിച്ചാലും അവൾക്കൊരു ഭയമുണ്ടാകും. പക്ഷേ ശ്രേയയ്ക്ക് അവളുമായി പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും, അമൽ ഉറപ്പിച്ചു പറഞ്ഞു. അവർ നാളെ തന്നെ ശ്രേയയെ വിളിക്കാൻ തീരുമാനിച്ചു. അതൊരു ചെറിയ തീരുമാനമായിരുന്നു. പക്ഷേ പാറുവിൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി അത് മാറുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ചില മനുഷ്യർ ജീവിതത്തിലേക്ക് വരുന്നത് വെറും സൗഹൃദത്തിന് വേണ്ടിയല്ല, മറിച്ച് നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ്. ആ രാത്രി അമലും സിദ്ധാർത്ഥും പിരിയുമ്പോൾ പാറുവിൻ്റെ ഇരുണ്ട ലോകത്തേക്ക് ഒരു ചെറിയ വെളിച്ചം വരാൻ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ആ വലിയ സത്യമറിയാതെ പാറു സ്വന്തം മുറിയിൽ ഭയത്തിൻ്റെ തടവറയിൽ കഴിയുകയായിരുന്നു. അപ്പോഴും അവൾക്കറിയില്ലായിരുന്നു തൻ്റെ ഫോണിലേക്ക് ആ അജ്ഞാതൻ അയച്ച വീഡിയോകൾക്കപ്പുറം തന്നെ രക്ഷിക്കാൻ ഒരു കൂട്ടുകാരിയെ കണ്ടെത്താനുള്ള സിദ്ധാർത്ഥിൻ്റെയും അമലിൻ്റെയും ശ്രമം തുടങ്ങിക്കഴിഞ്ഞുവെന്ന്. ആ നിശബ്ദതയ്ക്ക് പിന്നിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിവില്ലാതെ പാറു നിസ്സഹായിയായി കിടന്നു. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് വഴി കാണിക്കാനാണ്. ശ്രേയ പാറുവിൻ്റെ ആ ഇരുണ്ട പാതയിലെ വഴി വിളക്കാവാൻ തയ്യാറെടുക്കുകയായിരുന്നു.